പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം ഗ്യാപ്പ് വന്ന ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പടപടപടാ മിടിക്കുന്ന ചൂട്, അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സങ്കടം. കാരണം മേളിലേക്ക് നോക്കിയാൽ സൂര്യൻ്റെ ചൂട് കൊണ്ടുള്ള പ്രശ്നം, താഴോട്ട് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഇതേപോലുള്ള ചരങ്ങൾ വന്ന് ഇത് എന്നാ ആകും, കമറിപ്പോകുമോ, അതോ ഇതിനകത്ത് ഈ ചൂടടിച്ച് ഇതെല്ലാം പോകും, പിന്നെ കായപിടുത്തത്തെ ബാധിക്കും, അടുത്ത കൊല്ലത്തെ ആദായത്തെ ബാധിക്കുമെന്നുള്ള അപ്പോൾ ഭയാശങ്കയിലാണ് എല്ലാവരും. എല്ലാ തോട്ടത്തിലും, ഒട്ടുമിക്ക തോട്ടങ്ങളിലും എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ശരങ്ങളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇതേപോലുള്ള ശരങ്ങളാണ് ഒട്ടുമിക്ക തോട്ടങ്ങളിലെയും ഇപ്പോഴത്തെ അവസ്ഥ നിലവിൽ. ഏറെക്കുറെ പിന്നെ നന്നായിട്ട് വന്ന ശരങ്ങൾ, ഈ ശരങ്ങളെല്ലാം തന്നെ ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ തണ്ടുതരപ്പം കുത്തി തുടങ്ങി. ഇത് കണ്ടോ, നമ്മൾ കറക്റ്റ് ഇതിനെ നോക്കി നമ്മൾ എടുത്തുകൊണ്ട് ഇതുണ്ടോ, ഇങ്ങനെ ഈ കറുത്ത കളറിലുള്ള ഇത് തണ്ടുതരപ്പനാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ തണ്ടുതരപ്പൻ്റെ അറ്റാക്ക് തുടങ്ങി. കാരണം ഈ സമയത്താണ് അത് ഇറങ്ങി നമ്മുടെ ശരങ്ങൾ കുത്തി തുടങ്ങുന്ന അവസ്ഥ. കാരണം ഇത് കറക്റ്റ് ഇതിന് കുത്താൻ പരുവമായിട്ട് നിൽക്കുന്ന ശരങ്ങളാണ്. അത് കറക്റ്റ് നമ്മൾ കുത്തി ഇത് നമ്മളെ നശിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും തന്നെ വെള്ളവും നനച്ച് കൊടുക്കുന്നുണ്ടല്ലോ. നനച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ശരത്തിൻ്റെ ഒരു ഇളന്തിക്കൽ കാണുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ഇതിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് പൊതുവെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആയിപ്പോയി. ഇതുകൊണ്ടോ ഒരുമാതിരി മൊത്തം ശരം തള്ളി ചാണകപ്പൊടിയൊക്കെ ഇട്ട് നിർത്തിയേക്കാം. നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ നിന്നുള്ള ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് മേടിച്ചിരുന്നത് കേട്ടോ. പിന്നെ നല്ലതായിട്ട് ട്രൈക്കോയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ രണ്ടാമത് ഒരു 10 ലിറ്റർ 15 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഫിസേറിയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അത്രയ്ക്ക് ഈ ചാണകപ്പൊടി ഇടുന്നതുകൊണ്ടാണെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്ക് പൊതുവെ ഇല്ല. നമ്മൾ ആ തിയറിയോട് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ ചാണകപ്പൊടി ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഫിസേറി ഉണ്ടാകാറുണ്ട്. പിന്നെ പച്ചച്ചാണകങ്ങൾ പൊതുവെ കുറച്ച് ഒഴിവാക്കുന്നത് നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. അഴുകൽ, അതേപോലെ ഈ റൈസോട്ടോണിയ രോഗങ്ങൾ ശലം കൂടുതലാണ് ഇത് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പച്ചച്ചാണകം ഉപയോഗിച്ച് ചെടി നന്നായിട്ട് കായ്ക്കുന്നത് പോലൊന്നും വേറെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കൊടുത്താലും നമുക്കൊന്നും വിജയിക്കത്തില്ല. മിസ്റ്റ് ഓടിച്ച് വിട്ടിരിക്കുകയാണ്. കാരണം വെള്ളം കുറഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് വെള്ളം തീരെ കുറവായിരിക്കാം. കാരണം എല്ലാവർക്കും വെള്ളം പറ്റി തുടങ്ങിയെന്ന് പറഞ്ഞ് എല്ലാവരും ഫോൺ വിളിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവസ്ഥ ഇതാണ്, ചെടികളുടെ അവസ്ഥ. തണ്ടുതരപ്പൻ നന്നായിട്ട് കുത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല മരുന്ന് മേടിച്ച് തണ്ടുതരപ്പൻ അടിച്ചോളുക. അല്ലെങ്കിൽ നമുക്ക് ശരങ്ങൾ, ഈ 8 അടി 10 അടി വളരേണ്ട ശരങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് കുത്തിക്കളയും. സമയത്ത് മാർക്കറ്റിൽ ഇഷ്ടം പോണക്ക് സാധനമുണ്ട്. ഞാൻ ഒരു പ്രോഡക്റ്റിന് പേര് പറയുന്നില്ല. നല്ല CTPR കാറ്റഗറി വരുന്ന നല്ല ഇഷ്ടം പോണക്ക് പിന്നെ മരുന്നുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ലത് മേടിച്ചടിക്കാൻ പ്രിയപ്പെട്ടവർ ശ്രമിക്കുക. പിന്നെ നനയ്ക്കാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ മിസ്റ്റ് അല്ലെങ്കിൽ ഓസ് പിടിച്ച് നനയ്ക്കുന്നവരാണെങ്കിൽ ഒരു 5 to 6 ലിറ്റർ വെള്ളം ഡെയിലി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് കാസെറ്റ് ആയിക്കോളും. നമുക്ക് പിന്നെ കായ് സെറ്റിങ്സൊക്കെ നന്നായിട്ട് ഉണ്ട്. പക്ഷേ വെള്ളക്കുറവ് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചോറിക്ക് ത്രിപ്സ് നല്ല രീതിയിൽ കയറുന്ന സമയമാണ്. മഴ വരാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് വേരുപുഴു, മീലിവെക്ക് അങ്ങനെയുള്ള സകലമായ രോഗങ്ങൾ. കേരളത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 മാസമാണ് ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത്. കാരണം ഈ സമയത്താണ് വേരുപുഴു, മീലിബഗ്, തണ്ടുതുരപ്പൻ, ത്രിപ്സ്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരായ നെമറ്റോഡ്, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും, ഈ പിന്നെ കാടമത്തിനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ രോഗങ്ങളും കയറി പറ്റുന്ന 2 മാസമാണ് ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ നല്ല രീതിയിൽ കെമിക്കൽ ട്രെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ബയോസ് കൊടുത്തോണം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തോണം. അപ്പോൾ ഞാനിപ്പം ഇവിടെയൊക്കെ ഉണ്ട്, എനിക്കൊക്കെ ഒരാഴ്ച നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നോക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എത്ര ശരം കുത്തിപ്പോയെന്ന് നോക്കി. മരുന്നടിക്കാൻ ആളില്ല. കാരണം എല്ലാവരും പോയിരിക്കുക. ബംഗാളുകാർ 22-23 പണിക്കാരുണ്ടായിരുന്നതിൽ 4 പേരുണ്ട്. 4 പേരെ വെച്ച് നമ്മൾ എങ്ങനെ മരുന്നടിക്കാനാണ്? ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ ഓസ് പിടിച്ചടിക്കേണ്ട ഗതികളാണ്. എല്ലാ തോട്ടത്തിലും അത് തന്നെ അവസ്ഥയെന്ന് പറയുന്നുണ്ട്. കാരണം ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് മരുന്നടിയും സകലമായ പണിയും പെൻഡിങ് ആയി പോയെന്ന് പറയുന്നു. വെള്ളം നനയ്ക്കൽ പോലും നമുക്ക് നടക്കുന്നില്ല. കാരണം ഇപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് നനയ്ക്കുക. അതല്ല, ഇതിപ്പം നമ്മൾ പണിക്കാരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നനച്ചൊക്കെ പോയേനെ. പക്ഷെ ഇപ്പം വെള്ളം നനയ്ക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് മിസ്റ്റ് ഓടിച്ച് അതിനകത്തൂടെ നനച്ച് നടക്കുക. അപ്പോൾ CTPR കാറ്റഗറി വരുന്ന എന്തെങ്കിലും നല്ല എന്ന് പറഞ്ഞാൽ, CTPR കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോറോൺ ടെട്രാനിൽ സൈനാൻ ടെട്രാനിൽ പ്രോളെ, പിന്നെ ആ കാറ്റഗറിയിലൊക്കെ വരുന്ന എന്തെങ്കിലും നല്ലത് മേടിച്ചടിച്ചോളുക. അതല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ലോക്കൽ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന മരുന്നുകളൊക്കെ ഉണ്ട് നല്ലതൊക്കെ. ഈ
കുറേ പേര് ജാഗ്വാർ അങ്ങനെയൊക്കെ പല പേരുകൾ കിട്ടാറുണ്ട്. അത് വേണം ഒരു തവണ നമുക്ക് വർഷത്തിലൊന്ന് പരീക്ഷിക്കാം. ഈ സമയങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ നല്ലതാണ്. ഞാനതിനെ പൂർണ്ണമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും ഈ സമയത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണെങ്കിൽ ആ തണ്ടുതുരപ്പൻ്റെ ഒരു 10-30 ദിവസത്തേക്ക് നമുക്ക് അറ്റാക്ക് കുറയ്ക്കാൻ പറ്റും. നല്ലതായിട്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ആ കാറ്റഗറി വരുന്നതെല്ലാം മേടിച്ച് നമുക്ക് അടിക്കാൻ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ലത് മാത്രം കൊടുക്കാൻ നോക്കുക. പിന്നെ ചൊറിക്കുന്നില്ല നല്ലത് കൊടുത്തോളുക, കാരണം ട്രിപ്സ് ഈ സമയത്ത് കയറി നിരങ്ങുന്ന സമയമാണ്. അപ്പം ഡെയിലി വെള്ളം നനയ്ക്കുന്ന ഭാവമാണ്. എന്തെങ്കിലും ഇതുണ്ടോ നോക്കി ഉണങ്ങി പറഞ്ഞ് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങ ശല്യമാണെങ്കിൽ അത് ഒരു വഴി കൂടെ, മുള്ളം പന്നി ശല്യമാണ് ഒരു വഴി കൂടെ. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ചൂടെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ നോക്കി. നമ്മൾ നെറ്റ് കെട്ടുന്നതിനൊരു പരിധിയുണ്ട്. നമുക്ക് ഇവിടെ നെറ്റ് കെട്ടിച്ച പോസിബിൾ അല്ല, കാരണം ഭയങ്കര കാറ്റാണ്, അടിച്ചങ്ങ് കീറിക്കളയും. അപ്പോൾ അത്യാവശ്യം കൂടുതൽ മരങ്ങൾ ഷെയ്ഡില്ലാത്ത ഭാഗമൊക്കെ നെറ്റ് കെട്ടി വിട്ടിട്ടുണ്ട്. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഓപ്പണാക്കി തന്നെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇലകരിച്ചിൽ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂട് കൊണ്ടുള്ള ഇലകരിച്ചില്ല, ഇതെല്ലാവരും ഫംഗസാന്ന് പറയാറുണ്ട്. പക്ഷേ അല്ല, ചൂടടിച്ചിട്ടൊരു കരിയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം കൊടുത്താൽ മതി, എന്നാലും കരിയും. എന്നാലും ഒരു പരിധി സീസണൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് വീണ്ടും അത് ഓട്ടോമാറ്റിക്കലി കായലേക്കൊക്കെ എത്തും. കുറച്ച് കായപിടുത്തമൊക്കെ കുറവായെങ്കിലും നമുക്കത് വീണ്ടും ഇതാക്കി എടുക്കാം നമുക്ക്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കായ്ക്ക് നല്ലൊരു വിലകയറ്റം കാണിക്കുന്നുണ്ട്. എല്ലാവരും ആ കായയുടെ വിലകയറ്റത്തെ അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുക. അടുത്ത കൊല്ലം അത്യാവശ്യം വില കിട്ടും. കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ പരമാവധി ഊറ്റിപ്പറിച്ചെടുക്കാൻ നമ്മൾ നോക്കാം. അതല്ലേ നമ്മൾ കിട്ടുന്ന പൈസ എല്ലാം ചിലവാക്കി കളയാതെ നോക്കുക. കാരണം ഈ കൊല്ലം മഴ തീരെ കുറവാണെന്നൊരു ന്യൂസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് വില നല്ലതായിട്ട് വില കിട്ടും. അപ്പം നമ്മൾ പരമാവധി പൈസയൊക്കെ മുടക്കി പരമാവധി ചെടികളെ സംരക്ഷിക്കാൻ നോക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ അഴുകിപ്പോയത്, ഇപ്പോൾ കിളയ്ക്കാൻ പോലും പറ്റിയില്ല. ഇവിടെയൊക്കെ മൊത്തത്തിൽ കിളക്കണമെന്ന് പറഞ്ഞു, ഇനിയിപ്പം നടക്കത്തില്ല കിളയൊക്കെ. കിളച്ച് വിട്ട ഭാഗമെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ കിളച്ച ഭാഗത്തിൻ്റെ വീഡിയോ ഇടയ്ക്ക് ഒരു എടുത്ത് അയച്ചു തരാവേ. അടുത്ത ആഴ്ച ഒരു ദിവസം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. എനിക്ക് തോന്നുന്നത് കിളച്ച് വിട്ട ഭാഗമാണ് നമുക്ക് വലിയ വെയിലടി പറ്റില്ല, ചെടി നല്ല സൂപ്പറായിട്ട് കയറി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ നന്ദി, നമസ്കാരം.